സോ യെസ്, ഫൈനലി ഞാൻ ലോക കണ്ടു. ഇറങ്ങിയിട്ട് ഏകദേശം ഒരു മാസമായി തോന്നുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് കണ്ടത്. പക്ഷേ വീഡിയോ ചെയ്യാനായിട്ട് സമയം കിട്ടിയിട്ടില്ല. എൻ്റെ പൊന്നോ, സ്പോയിലർ കേൾക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. മാക്സിമം ശ്രമിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയ എല്ലാം ലോക എന്ന് എവിടെ കണ്ടാലും ഞാൻ അപ്പം സ്ക്രോൾ ചെയ്ത് വിടും. ഓക്കെ. പക്ഷെ പല പോസ്റ്റുകളും, അതായത് പലരും, ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഞാൻ ഒരു കോമൺ ആളായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആളോ അങ്ങനെ ഒന്നും കണക്കാക്കണ്ട. ലോക ഫസ്റ്റ് ഡേ കാണാൻ പറ്റിയില്ല, അങ്ങനത്തെ ഒരാളാണ് ഞാൻ എന്ന് ഇമാജിൻ ചെയ്യുക. ഞാനൊന്ന് ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ എടുത്തു, ഇങ്ങനെ സ്പോയിലർ കണ്ടന്റ് എന്ന് ആദ്യമേ കൊടുക്കുന്നവർക്ക് ഓക്കെ ഫൈൻ, അത് ഞാൻ ഒന്നും പറയുന്നില്ല. ഇത് ഒന്നും പറയാതെ അങ്ങ് കുറേ ഫോട്ടോയും അങ്ങിട്ട് അങ്ങ് എഴുതി വെക്കും ലോകയുടെ കഥ ഫുള്ളും. ഒരു ഒരു ഡിസ്ക്ലൈമറോ ഒന്നും ഇടില്ല. അങ്ങനത്തെ ഉള്ളവന്മാരൊക്കെ എന്ത് ചെയ്യാനാണ്? എഴുതി വെക്കണ പോട്ട് വീഡിയോ സ്റ്റോറി എടുത്തിടും. അവനൊക്കെ പിടിച്ച് തറയിൽ വരയ്ക്കാനുള്ള ദേഷ്യം തോന്നും ചില സമയം, സത്യമായിട്ടും. സ്പോയിലർ ഒന്നും വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതിയിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് കയറി വായിച്ചിട്ട് ഇനി എന്തിൻ്റെ സ്പോയിലർ പറയുന്നതെന്ന് ചോദിച്ചാൽ ഓക്കെ. ഇത് സ്റ്റോറി നമുക്ക് അറിയ പോലും ഇല്ല അടുത്ത് എന്താണ് വരാൻ പോണതെന്ന്. ഞാൻ ഇങ്ങനെ സ്റ്റോറി കണ്ട് 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 പോകുമ്പോഴൊക്കെ ലോകയുടെ സ്റ്റോറികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ ലോകയെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഞാൻ സ്കിപ്പ് അടിക്കും. കാരണം എനിക്ക് സ്പോയിലർ അറിയണ്ട. എനിക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തിരക്കെല്ലാം മാറ്റി വെച്ചിട്ട് എപ്പോഴെങ്കിലും ചിലപ്പോൾ വീക്കെൻഡൊക്കെ പോകാൻ പറ്റുള്ളൂ. എനിക്ക് ഫസ്റ്റ് ഡേ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. അപ്പം അങ്ങനെയുള്ളവർ പലരും ഉണ്ട്. അപ്പം ഈ വീഡിയോയിലും ഞാൻ സ്പോയിലർ പറയും, പക്ഷേ ഞാൻ അത് ആദ്യമേ പറയും. അല്ലെങ്കിൽ തംബ്നെയിലിലോ അല്ലെങ്കിൽ എൻ്റെ ടൈറ്റിലിലോ ഞാൻ കൊടുത്തിരിക്കും ഇത് സ്പോയിലർ ആണെന്ന്. പക്ഷെ അങ്ങനെയല്ല, ഇഷ്ടം പോലെ വീഡിയോസ്. ഈവൻ ഒരു സമയം കഴിഞ്ഞപ്പോൾ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും, അതിലുള്ള നടന്മാർ തന്നെ പല കാര്യങ്ങളും റീപോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ഇനി പറയാൻ പോകുന്നത് മൊത്തം സ്പോയിലർ ആയിരിക്കും. അതുകൊണ്ട് സിനിമ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക. ഓക്കെ. ഞാൻ പറഞ്ഞു വന്നത്, ദുൽഖർ സൽമാൻ ആയാലും ടൊവിനോ ആയാലും അതിലുള്ള പല ക്യാരക്ടേഴ്സും ഉണ്ട്. ഈ ടൊവിനോയൊക്കെ ഒരു സമയം കഴിഞ്ഞപ്പോൾ ലോകയിൽ ടൊവിനോ ഉണ്ടെന്ന രീതിയിൽ ടൊവിനോ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടാൻ തുടങ്ങി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പം, അതായത് റീസെൻ്റ്ലി ഇന്നലെ തന്നെ ദുൽഖർ സൽമാൻ സ്വന്തം സ്റ്റോറിയിൽ പോസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അതായത് OTT ഉടനെ വരാൻ പോകുന്നില്ല, ഇനിയും ടൈം എടുക്കും. അതായത് തിയേറ്ററിൽ റണ്ണ് ചെയ്തുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ്? ഇത് കാണാനായിട്ട് ആളുകളുണ്ട്. ഇപ്പോഴും ഞാൻ പോയപ്പോൾ ഏകദേശം, ഞാൻ സിനിമ ഇറങ്ങി ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 3 ആഴ്ച കഴിഞ്ഞിട്ട് എന്താണ് തോന്നുന്നത് ഞാൻ പോയി കണ്ടത്. അപ്പോഴും ആളുണ്ട്. ഹൗസ്ഫുൾ എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഏകദേശം പാതിയും മുക്കാലും വരെ ഫിൽഡാണ്. ഞാൻ തിയേറ്ററിൽ ചെന്ന് തന്നെയാണ്, ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ അത്യാവശ്യം സീറ്റ് ഉണ്ട്. പക്ഷേ ഞാൻ അവിടെ ചെന്നാണ് ടിക്കറ്റ് എടുത്തത്. ടിക്കറ്റ് എടുത്തപ്പം മനസ്സിലായി നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ ഉദ്ദേശിച്ച സീറ്റൊന്നും കിട്ടിയില്ല. എന്തോ ഭാഗ്യത്തിന് നടുക്ക് കിട്ടി. നടുക്ക് കറക്റ്റ് സ്ട്രൈറ്റ് വ്യൂ ആയതുകൊണ്ട്, കറക്റ്റ് നടുക്ക് കിട്ടിയതുകൊണ്ട് ഞാൻ ഹാപ്പി ആയിരുന്നു. പക്ഷേ തിരക്കുണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ OTT പ്ലാറ്റ്ഫോമിൽ ഇനിയും വരാത്തൊരു സിനിമ, അതിൽ അഭിനയിച്ച നടന്മാർ തന്നെ അതിനെ സ്പോയിലർ ആക്കുകയാണ്. അപ്പം നമ്മളിത് കൂടുതൽ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഓക്കെ, ഞാൻ പറഞ്ഞു പോയപ്പോൾ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ സ്പോയിലർ അറിയാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര കഷ്ടപ്പാടാണ്. അത് കഴിഞ്ഞ 3 ആഴ്ച കൊണ്ട് എനിക്ക് മനസ്സിലായി. ഈവൻ ഫ്രണ്ട് സർക്കിളിൽ പോലും പോയി സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ എപ്പോഴൊക്കെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമോ ലോക എന്ന ഒരു സാധനം ഈ ഒരു ടോപ്പിക്കായിട്ട് വരും, ഞാൻ അപ്പം അവിടെ നിന്ന് സ്കൂട്ടാവും. കാരണം സ്പോയിലേഴ്സ് പറഞ്ഞ് ഈ ആനന്ദാശ്രു കൊള്ളുന്ന കുറേ ഫ്രണ്ട്സ് എനിക്കുണ്ട്. അവന്മാരൊക്കെ എന്ത് ചെയ്താൽ കൊള്ളാം, ഫ്രണ്ട്സ് ആയിപ്പോയി, അല്ലെങ്കിൽ പിടിച്ചവിടെ വെച്ച് അടിച്ച് കയറ്റി കൊടുക്കാമായിരുന്നു. പറഞ്ഞ് ഞാൻ മടുത്ത്. കാരണം ലോക എന്ന് കേൾക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് സ്കൂട്ടാവും. വേണമെങ്കിൽ അവന്മാർ അങ്ങനെ പറഞ്ഞാൽ, അതായത് ഇവരെ ഈ സ്പോയിലർ പറയല്ലേ എന്ന് പറഞ്ഞാൽ ഉടനെ അത് പറയും. അങ്ങനത്തെ അവന്മാരും ഉണ്ട് എൻ്റെ കൂട്ടത്തിൽ. അതുകൊണ്ട് ഞാൻ കണ്ടെന്നോ കണ്ടില്ലെന്നോ പറയില്ല. ലോകം എന്ന ഒരു ഇത് വരും, ഞാൻ അവിടെ നിന്ന് പയ്യെ അങ്ങ് മാറും. ഒന്നീ കോൾ വരുമ്പോൾ അഭിനയിക്കും, അല്ലെങ്കിൽ ഞാൻ പയ്യെ ആ ടോപ്പിക്ക് മാറ്റാൻ ശ്രമിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്. ലോക, എൻ്റെ പൊന്ന്, മലയാളത്തിൽ നിന്ന് ഇങ്ങനൊരു സിനിമ ശരിക്കും ആരും പ്രതീക്ഷിച്ചിട്ടില്ല. ഈവൻ ഹൃദയപൂർവ്വത്തിൻ്റെ കൂടെ ക്രാഷ് വെച്ചതാണ്. ഹൃദയപൂർവ്വത്തിൻ്റെ കൂടെയാണ് ഇത് റിലീസായത്. എന്നിട്ട് പോലും ഇതിൻ്റെ കളക്ഷൻ അത് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. കാരണം അറിയാലോ, മോഹൻലാൽ എന്ന സിനിമയുടെ പോസിറ്റീവ് റിവ്യൂ, ഹൃദയപൂർവ്വം എന്ന് പറയുന്നത് പോസിറ്റീവ് റിവ്യൂ ഉള്ള സിനിമയാണ്. അത് ഞാൻ കണ്ടു, അത് ഞാൻ റിവ്യൂ ഇട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാത്തൊരു സിനിമയാണ് ഹൃദയപൂർവ്വം എന്ന് പറയുന്നത്. അത് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് ഹൃദയപൂർവ്വം. ഓക്കെ, അങ്ങനെ ഒരു ക്രാഷ് വെച്ചിട്ട് പോലും ഇത്രയും നല്ല പോസിറ്റീവ് റിവ്യൂ കിട്ടിയിട്ടുണ്ട്. റിവ്യൂ കിട്ടിയത് കൊണ്ട് അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്. ഇപ്പോഴും സ്റ്റിൽ ഓൺ ഗോയിങ് ആണ് തിയേറ്റേഴ്സിൽ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഇപ്പോഴും അത് തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക. ഇത് തിയേറ്റർ മസ്റ്റ് വാച്ച് ആണ്. കാരണം അത് തിയേറ്ററിൽ ആ ഒരു എൻവയോൺമെന്റിൽ കാണണം. സൂപ്പർ ഹീറോ പടങ്ങൾ അറിയാലോ, ആ ഒരു എഫക്റ്റിലും ആ ഒരു ബിഗ് സ്ക്രീനിലും സൗണ്ട് ക്വാളിറ്റിയിലും തന്നെ കാണണം, കാണാതിരിക്കരുത്.
ഓക്കെ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം അതിൽ ഓരോ ട്രാൻസിഷൻ ആയാലും, അതായത് ഓരോ സീനിൽ നിന്ന് ഓരോ സീനിലോട്ട് സിനിമ കണ്ടവർക്കറിയാം ഈ സാൾട്ടിൻ്റെ ഒരു സാധനം ഇങ്ങനെ വീഴും. ഇങ്ങനെ വീണിട്ട് അത് ട്രാൻസിഷൻ പിന്നെ സ്കൈയിൽ നിന്ന് അടുത്തൊരു വ്യൂയിലോട്ടാണ് പോകുന്നത്. അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒരു വാവ് മൂവ്മെൻ്റ് ആയിരുന്നു അത്. എത്ര പേർക്ക് അത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനൊരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഒരാളാണ്. വീഡിയോ എഡിറ്റ് ചെയ്യും, ഫോട്ടോ എഡിറ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് മനസ്സിലാവും ആ ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത് അടിപൊളിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ട്രാൻസിഷനാണ്. അതുപോലെ ഇഷ്ടംപോലെ ട്രാൻസിഷൻസ് ഉണ്ട് അതിനകത്ത്. പിന്നെ അതിൽ കൂടുതലായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന കളർ എന്ന് പറഞ്ഞാൽ റെഡാണ്. റെഡ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതെന്തുകൊണ്ടാണെന്ന് പിന്നെ പിന്നെ പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നീലി, ബ്ലഡ് അതൊക്കെ കൊണ്ട് നീലിയെ കാണിക്കുമ്പോൾ കൂടുതലും റെഡ് എലമെന്റ്സ് ആണ് കൂടുതലായിട്ടും കാണിക്കുന്നത്. കല്യാണി പ്രിയദർശൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. കല്യാണി പ്രിയദർശൻ്റെ ആ ഒരു എന്താ പറയുക, ശരിക്കും ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു 3 ആഴ്ച കഴിഞ്ഞാണ് സിനിമയ്ക്ക് പോകുന്നത് ഈ ഒരു ലോകയ്ക്ക്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തിയേറ്ററിന്റെ ഫ്രണ്ടിൽ കല്യാണി പ്രിയദർശൻ ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ഫ്ലെക്സ് വെച്ചിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു ലേഡിക്ക് ഇങ്ങനെ ഒരു ഫ്ലെക്സ് വെക്കുന്നത് ഞാൻ കാണുന്നത്. അതായത് നേരിട്ട് കാണുന്നത്. പല ഇതിലും കണ്ടിട്ടുണ്ട്, ഫോട്ടോസിലും വീഡിയോസിലും കണ്ടിട്ട് ഉണ്ടെന്നല്ലാതെ നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. ഞാൻ തന്നെ അതിശയിച്ചു പോയി. അതും കല്യാണി പ്രിയദർശൻ. ഓക്കെ, നയൻതാര ലേഡി സൂപ്പർ സ്റ്റാർസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. നയൻതാര പോലുള്ള ലേഡി സൂപ്പർ സ്റ്റാർസ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അവരുടെ ഫ്ലെക്സ് പോലും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ കാര്യമായിട്ടാണ് പറയുന്നത്. ഫ്ലെക്സ് കണ്ടവരുണ്ടായിരിക്കും, ബട്ട് ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലേഡിക്ക് ഇങ്ങനെ ഒരു ഫ്ലെക്സ് വെക്കുന്നത് ഞാൻ കാണുന്നത്. അതും നമ്മുടെ നാട്ടിലെ ഒരു തിയേറ്ററിൽ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അതുപോലെ നല്ല പെർഫോമൻസ് ആയിരുന്നു കല്യാണി പ്രിയദർശൻ്റെ. ഇവിടെ ഉള്ള ഫെമിനിസം തലയ്ക്ക് പിടിച്ചവരൊന്നും ഇതൊന്നും കാണത്തില്ല. അതായത് ഇത്രയും നല്ലൊരു പെർഫോമൻസ് ചെയ്തിട്ട് ഇതിനെപ്പറ്റി ആരും സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ലേഡീസിന് അവസരങ്ങളില്ല, എപ്പോഴും ലേഡീസിന് ഒരു സെക്കൻഡ് ചോയ്സ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. അവർക്ക് മെയിൻ ക്യാരക്ടേഴ്സ് കൊടുക്കാറില്ല. അഥവാ കൊടുത്താൽ തന്നെ മെയിൻ റോൾസിനെ താങ്ങി പൊക്കി എടുക്കാനുള്ള റോൾസാണ് കൊടുക്കുന്നത് എന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ള നെഗറ്റീവിൽ നിന്ന് ഇത്രയും നല്ലൊരു ക്യാരക്ടർ കൊടുത്തിട്ട് ആരും ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഇവിടെ മലയാള സിനിമയിൽ ലേഡീസ് ഇല്ലേ, നടിമാർക്ക് എന്താ കൂടുതൽ അവസരം കൊടുക്കാത്തത്, എന്തുകൊണ്ട് കൂടുതൽ പേയ്മെന്റ് കൊടുക്കുന്നില്ല, അങ്ങനെ ഒരുപാട് ചർച്ചകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. മെയിൻ ലീഡ് എന്ന് പറയുന്നത്, അതായത് അതിൻ്റെ അകത്ത് നെസ്ലനുണ്ട്, ടൊവിനോ ഉണ്ട്, ദുൽഖർ ഉണ്ട്, അങ്ങനെ പല ലൈനപ്പുകളുണ്ട്, സൗബിൻ, അങ്ങനെ അങ്ങനെ ഇഷ്ടം പോലെ ലൈനപ്പുകളുണ്ട്. അവരെല്ലാം ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നേ ഉള്ളൂ. ബട്ട് മെയിൻ റോൾ എന്ന് പറയുന്നത് ആരാണ്? കല്യാണി തന്നെയാണ്. അല്ലെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു കല്യാണി കാഴ്ചവെച്ചത്. അതുപോലെ അതിൻ്റെ സ്റ്റോറി ലൈൻ, മാൻ, പറയാതിരിക്കാൻ വയ്യ. ഒരു എന്താ പറയുക, പഴമയിൽ നിന്ന് പുതുമയിലേക്ക് എന്നൊക്കെ പറയില്ല, അതുപോലെ പഴയ നീതിയെ പുതിയ നീതിയായിട്ട് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ ക്യാരക്ടേഴ്സ് അതിനകത്ത് വരാനുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ടൊവിനോയുടെ ആ ഒരു ക്യാരക്ടർ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതായത് ടൊവിനോ ഞാൻ കാണിച്ചപ്പോൾ എന്താണ് വിചാരിച്ചത്, ഓക്കെ ടൊവിനോ ഉണ്ട്, ക്യാമിയോ ആയിട്ടുണ്ട്. അതിന് അവസാനം ഏറ്റവും അവസാനം കാണിക്കുന്നുണ്ട്, ചാത്തന്മാർ വരും എന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. അത് ഏതാണ്? നമ്മുടെ മണി അല്ലേ? എല്ലാവർക്കും അറിയാം ആ ഒരു ക്യാരക്ടർ എത്രത്തോളം ഇമ്പാക്റ്റാണ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കിയത്. അപ്പോൾ ആ ഒരു സ്പിൻ ഓഫും അതും ഇതും എല്ലാം കൂടെ കണക്ട് ചെയ്തിട്ട് അടിപൊളി ഒരു സെക്കൻഡ് പാർട്ട് തന്നെയാണ് വരാൻ പോകുന്നത്. അതിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ദുൽഖറിൻ്റെ ക്യാരക്ടറാണ്. ആ ഒരു സ്വാഗ് ഉണ്ടല്ലോ, അവസാനം ഫൈറ്റ്, ആ ഒരു ഹുഡിയൊക്കെ ഇട്ട് അവസാനം ആ ഒരു മാസ്ക് ഒക്കെ വെച്ച് വന്ന ആ ഒരു ഫൈറ്റ് ഉണ്ട്. ഒടിയൻ എന്ന ക്യാരക്ടറാണെന്ന് തോന്നുന്നു, പലരും പറയുന്ന ഒടിയൻ അല്ല അത് വേറെയാണ് എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ആ ഒരു ഫൈറ്റ്, ആ ഒരു സ്വാഗ്, ആ ഒരു സ്റ്റൈല്, ഞാൻ ഒരു രക്ഷയില്ലായിരുന്നു ദുൽഖർ. കാരണം കുറേ നാളായി തോന്നുന്നു മലയാളത്തിൽ കണ്ടിട്ട്. ഇപ്പം അറിയാലോ, കൂടുതലും പുള്ളിക്കാരൻ അങ്ങോട്ടൊക്കെയാണ് പടം ചെയ്യുന്നത്. മലയാളത്തിൽ കുറേ നാൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ. പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകുന്നതാണ്, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പം ഞാൻ പറഞ്ഞില്ല, പെട്ടെന്ന് ഞാൻ ദുൽഖറിനെ ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ ഒരു സിനിമയിൽ. അപ്പം ടൊവിനോ വന്നപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അതേപോലെ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഏത് നമ്മുടെ ദുൽഖർ വന്നപ്പോൾ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു റോങ് ഓഡിയൻസിന്റെ കൂടെ ഇരുന്നാണ് ആ സിനിമ കണ്ടത്. അത് എന്താ പറയുക, ഞാൻ പറഞ്ഞില്ല ഒരു 3-4 ആഴ്ച കഴിഞ്ഞിട്ടാണ് ആ സിനിമ കാണാൻ പോകുന്നത്. അപ്പം ഓഡിയൻസ് എല്ലാം ഫാമിലി ഓഡിയൻസ് ആയിരുന്നു. അത്ര വലിയ ഭയങ്കര ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ഒന്നും അല്ലായിരുന്നു. അതായത് ആര് വന്നാലും ഒരു കൈയടിയോ ഒരു ബഹളമോ ഒന്നുമില്ല. എനിക്ക് എണീറ്റ് നിന്ന് കൈയടിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ ഒറ്റയ്ക്ക് എണീറ്റ് നിന്ന് കൈയടിക്കുമ്പോൾ ഭയങ്കര ഓക്വേർഡ് ആയിട്ട് തോന്നും. പിന്നെ അവിടെ ഇരിക്കുമ്പം എല്ലാവരും ഇങ്ങനെ നോക്കും. എനിക്കത് ഭയങ്കര ഇൻസെക്യൂരിറ്റിയാണ്. അത് ഞാൻ അത്ര അങ്ങനെ എന്താ, ക്രൗഡിൻ്റെ ഇടയിൽ ഓക്കെ, അങ്ങനെ ഭയങ്കര സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് അങ്ങനെ ബിഹേവ് ചെയ്യാനൊന്നും എനിക്കറിയത്തില്ല. അപ്പം ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു, ഞാൻ ഒറ്റയ്ക്കാണ് സിനിമ കാണാൻ പോയത്.
എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്തിന് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടി ഇങ്ങനെ ഒറ്റയ്ക്ക് പോയി കാണാം. അങ്ങനെ ഞാൻ റോങ് ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്നാണ് ഇത് കണ്ടത്. അപ്പോൾ ആ ഒരു ആസ്വാദനം എനിക്ക് കിട്ടിയിട്ടില്ല. അതായത് ഫസ്റ്റ് ഡേയും സെക്കൻഡ് ഡേയും ഒക്കെ പോയവർക്ക് കിട്ടിയ ആ ഒരു ഇമ്പാക്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. ബട്ട് സ്റ്റിൽ ഞാൻ ഫിലിം എൻജോയ് ചെയ്തു. ഒറ്റയ്ക്ക് ഇരുന്ന് തന്നെ എൻജോയ് ചെയ്തു. അല്ലാതെ വേറെ വഴിയില്ല. കാരണം കണ്ടവരാണ്. ഈ കണ്ടവരെയും കൊണ്ടുപോയ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തിരുന്ന് ഇവരിങ്ങനെ പറയും "ഡേയ് ഇപ്പം വരും, ഇപ്പം വരും, ഇപ്പം വരും, ഇപ്പോൾ ഒരു സംഭവമുണ്ട്." ആ ഒരു നമ്മുടെ ആ ഒരു എന്താ ആ ഒരു ഇമ്പാക്റ്റ് നഷ്ടപ്പെടും. നമുക്ക് കിട്ടാൻ പോകുന്ന ഇമ്പാക്റ്റ് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഞാൻ വിളിക്കാത്തത്. പിന്നെ ഞാൻ മിക്ക സിനിമകളും ഒറ്റയ്ക്ക് തന്നെയാണ് കാണാൻ പോകുന്നത്. ചിലപ്പോൾ ഫാമിലിയുടെ കൂടെ പോകും. മിക്ക സിനിമയും ഫസ്റ്റ് ഡേ ചിലപ്പം കൂലിയൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് പോയത്. അയ്യോ അത് ഓർമ്മിപ്പിക്കല്ലേ. അവന്മാരെന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. അതിൽ 2-3 പേര് ഞാൻ പറഞ്ഞിട്ടാണ് സിനിമയ്ക്ക് വന്നത്. എടാ വാ നമുക്ക് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് സിനിമ കണ്ടിട്ട് വീട്ടിൽ പോയി ഉറങ്ങാമെന്ന് പറഞ്ഞു. എൻ്റെ അമ്മോ എന്നെ ഒന്ന് കൊന്നില്ലെന്നേ ഉള്ളൂ. അമ്മോ ഓർമ്മിപ്പിക്കല്ലേ കൂലിയുടെ കാര്യമൊന്നും. അയ്യോ ഓക്കെ എന്തായാലും ലോക അങ്ങനെ അവസാനം ഫൈനലി ലോക കണ്ടു. ടോട്ടലി സാറ്റിസ്ഫൈഡ് ആണ്. അതിൻ്റെ മേക്കിംഗ് ആയാലും മ്യൂസിക് ആയാലും അതിൽ അഭിനയിച്ചവരായാലും എന്തായാലും. പക്ഷേ സെക്കൻഡ് പാർട്ട് ഞാൻ വെയിറ്റിംഗ് ആണ്. പക്ഷേ നല്ല ലൈനപ്പുകളുണ്ട് അതിൻ്റെ അകത്ത്. ഇഷ്ടം പോലെ മലയാളത്തിലെ ഒരുപാട് നടന്മാരും നടികളും അതിൻ്റെ അകത്ത് ഒരുപോലെ പ്രാധാന്യം കൊടുത്ത് എൻ്റെ ഒരു ഡൗട്ട് അതാണ് ഒരുപോലെ പ്രാധാന്യം കൊടുത്ത്. അതായത് ദുൽഖറുണ്ട്, ടൊവിനോയുണ്ട്, സൗബിൻ, കല്യാണി, നസ്ലിൻ അങ്ങനെ ഇനി ഇനി വരാൻ ആരൊക്കെയോ ഉണ്ട്. അതായത് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടേ ഉള്ളൂ. ഇനി സെക്കൻഡ് തേർഡ് അങ്ങനെ എന്തൊക്കെ പോവും. അതെനിക്ക് കറക്റ്റ് അറിയത്തില്ല. എന്നാലും സെക്കൻഡ് പാർട്ടിലോട്ട് വരുമ്പോൾ പിന്നെ മൂത്തവൻ അറിയാലോ. സെക്കൻഡ് പാർട്ടിലോട്ട് വരുമ്പോൾ ഇത്രയും ക്യാരക്ടേഴ്സിന് അതായത് ഇത്രയും ക്യാരക്ടേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈ 2-2.5 മണിക്കൂറിനകത്ത് നിർത്താൻ പറ്റുമോ എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. കാരണം നമ്മൾ കണ്ടിട്ടുണ്ട് ഫസ്റ്റ് ഇറങ്ങിയിട്ട് സെക്കൻഡ് പൊട്ടി പാളിസാവി പോകുന്നതാണ് പലതും നമ്മൾ കാണുന്നത്. അതെന്തുകൊണ്ടാണ് നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് അവർക്ക് ആ ക്യാരക്ടേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പം ഇത്രയും ക്യാരക്ടേഴ്സ് ഉള്ളൊരു സിനിമ സെക്കൻഡ് പാർട്ടിലോട്ട് വരുമ്പോൾ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ ക്യാരക്ടേഴ്സിനെ നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്നൊക്കെ വലിയൊരു ചോദ്യമാണ്. പ്രത്യേകിച്ച് അതിൽ മമ്മൂട്ടി ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം അതിൽ മമ്മൂട്ടി ഉണ്ട്. അപ്പം എനിക്കറിയില്ല. സെക്കൻഡ് പാർട്ട് എന്തായാലും കാണണം. അതുപോലെ തന്നെ ഫസ്റ്റ് ഫൈറ്റിൽ ഡയറക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ ഫസ്റ്റ് ഫൈറ്റ് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും ആരാണ് വില്ലൻ എന്ന്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഫസ്റ്റ് ഫൈറ്റിൽ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായത് അതായത് മമ്മൂട്ടി തന്നെയാണ് ഇതിലെ വില്ലൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിൽ കുറേ സൈനുകളൊക്കെ ഉണ്ട്. അതായത് കല്യാണിയെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന സോൾജേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു സൈൻ ഉണ്ട്. ഒരു ബെൽറ്റിലോ ഷീൽഡിലോ എന്താണ് ഒരു സൈൻ ഉണ്ട്. അത് നിങ്ങൾ ഇനി കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ ആ ഒരു സൈനും കാര്യങ്ങളും എല്ലാം മൂത്തവൻ്റെ സൈനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ സിനിമ കണ്ടിട്ട് വന്ന ശേഷം ഞാൻ കുറേ പോസ്റ്റുകൾ കണ്ടപ്പോഴും അതിലും ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് മൂത്തവനാവാനാണ് ചാൻസ്. ഡയറക്ടർ തന്നെ പറയുന്നുണ്ട് ആദ്യത്തെ ഫൈറ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് വില്ലൻ എന്ന്. എനിക്ക് തോന്നുന്നുണ്ട്. എനിക്കറിയില്ല. എൻ്റെ ഒരു ഇൻറ്റൻഷൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം എന്തായാലും കണ്ടറിയാം. സെക്കൻഡ് പാർട്ടിനായിട്ട് വെയിറ്റിംഗ് ആണ്. മലയാളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സിനിമ അത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതും ഈ ഒരു ബഡ്ജറ്റിൽ. അത് പ്രത്യേകം എടുത്ത് പറയാം. ഈ ഒരു ബഡ്ജറ്റിൽ ഇങ്ങനൊരു സിനിമ പ്രതീക്ഷിച്ചതേ ഇല്ല. എല്ലാവരും ഇങ്ങനെ ഹൈപ്പ് തന്നിട്ടും ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടൊന്നും അല്ല ഞാൻ പോയത്. അതായത് ഞാൻ എപ്പോഴൊക്കെ ഹൈപ്പ് ഉണ്ടായിട്ട് ഇങ്ങനെ കേട്ട് പോയിട്ടുണ്ടോ അന്നൊക്കെ എനിക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു പയ്യെ അങ്ങ് ഹൈപ്പ് എല്ലാം അങ്ങ് മാറ്റി വെച്ചു. ഞാൻ ഒരു സിനിമ കാണാൻ പോകുന്നു. ആ ഒരു മൈൻഡിൽ റിവ്യൂ ആരും പറയുന്ന ഒന്നും കേൾക്കണം. കാരണം ബാക്കിയുള്ളവരുടെ ടേസ്റ്റ് ആയിരിക്കണമെന്നില്ല ഞാൻ കാണുമ്പോൾ എനിക്കുള്ള ടേസ്റ്റ്. അതുകൊണ്ട് ഞാൻ പോയി കണ്ടു. ഒരു പ്രതീക്ഷയില്ലാതെയാണ് പോയി കണ്ടത്. അതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റി. ഹൃദയപൂർവ്വത്തിൽ അത് സംഭവിച്ചു. അതായത് ഞാൻ ഭയങ്കര ഇതോടെ പോയി കണ്ടു. ഇഷ്ടപ്പെട്ടില്ല. അതാണ് എൻ്റെ ഒരു പ്രശ്നം. അതുകൊണ്ട് കൂലി ഹൃദയപൂർവ്വം ഇതെല്ലാം അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. എൻ്റെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും എന്തൊക്കെ ഹൈപ്പിൽ ഞാൻ പോയി കണ്ടതാണ്. ഓർമ്മിപ്പിക്കല്ലേ. അങ്ങനെ അങ്ങനെ ഓക്കെ. അപ്പം ഇത്രയൊക്കെ തന്നെയാണ് ലോക. എന്തായാലും നല്ലൊരു സിനിമയാണ്. പ്രത്യേകിച്ച് അതിൽ നമ്മുടെ സലീം കുമാറിൻ്റെ മകൻ്റെയൊക്കെ അഭിനയം നല്ല അഭിനയം തന്നെയാണ്. അത് ഞാൻ പറഞ്ഞു പോയ കൂട്ടത്തിൽ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്. നല്ലൊരു അഭിനയം തന്നെയാണ് കാഴ്ചവെച്ചത്. മൊത്തത്തിൽ എല്ലാവരും നല്ല രീതിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. സെക്കൻഡ് പാർട്ടിനായിട്ട് വെയിറ്റിംഗ് ആണ്. ഫ്ലോപ്പ് ആവാതിരുന്നാൽ അത്രയും നല്ലത്. കാരണം മലയാളത്തിൽ നിന്ന് ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് ഇത്രയും നല്ലൊരു സിനിമ വരിക എന്ന് പറഞ്ഞത് അത് ഭയങ്കര റയറാണ്. കാരണം ഇങ്ങനെ ഒരു സ്പിൻ ഓഫും സർപ്രൈസ് എലമെൻസും പഴയ കഥ പുതിയ രീതിയിൽ അവതരിപ്പിക്കുക എന്നതൊക്കെ പറഞ്ഞ ചെറിയൊരു കാര്യമല്ല. അപ്പം എന്തായാലും സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ്. ഓക്കെ. താങ്ക്സ് ഫോർ വാച്ചിങ്.